52, 53, 54, 55, 56, 57, 58, 59. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകണേ എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കിയിലേക്കാണ് എല്ലാവരും ഞങ്ങൾ പോണത്. ഞങ്ങൾ ഇപ്പോൾ നിലവിലിപ്പോൾ 3 വണ്ടി ഉണ്ട്, വേറെ കുറേ പേര് കൂടി ജോയിൻ ചെയ്യാണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് പെരുമ്പാവൂർ ഷോറൂമിലേക്കാണ് പോകുന്നത്. ബാക്കി എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഇവിടുന്ന് എല്ലാവരും ഫുൾ ടാങ്ക് അടിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യം നമുക്ക് അവിടെ വെച്ചിട്ട് സംസാരിക്കാം. ആ എഴുതി മേടിക്കും. ആ ചേട്ടാ വണ്ടി ജസ്റ്റ് നേരാക്കാം. അപ്പോൾ 720 പെട്രോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് മീറ്റർ വെച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പെരുമ്പാവൂരിലേക്ക് പോയാം. അപ്പോൾ നമ്മുടെ ബാക്കി ഫ്രണ്ട്സൊക്കെ പെരുമ്പാവൂരിലേക്ക് ഉണ്ട്, നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കൊണ്ട് ബാക്കി എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യാം. അവിടെ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അകത്തേക്ക് വരേക്കാം, ബാക്കിയുള്ളവരെ കാത്താം. ഞാൻ മോനെ ഹായ് കണ്ണേ വിളിച്ചോട്ടി. ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഇപ്പം ഏതാണ്ട് 4 മണി ആവറായി. എപ്പോൾ ഒന്നിരിക്കുന്നതെന്ന് അറിയാം, എല്ലാവരും ടയേർഡാണ്. അപ്പോൾ എല്ലാവർക്കും സംശയം തോന്നാൻ വേണ്ടി ഈ സമയത്ത് പോകണമെന്ന് വേറെ ഒന്നല്ല, നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെതായ ക്ലൈമറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ റൈഡ് അടിപൊളിയായിരിക്കും. ഹായ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ക്ലബ് അഡ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റൈഡിനെ പറ്റി. എല്ലാവരും മെയിനായിട്ട് നോക്കുന്നത് റൈഡ് പോകണ പോലെ തന്നെ നമ്മൾ പോകണ പോലെ തന്നെ ലൈനപ്പായിട്ട് തന്നെ പോയാൽ മതി. കുത്തി കയറിപ്പോൾ ആ പരിപാടി കണ്ട കുത്തി നേരം വൈകാൻ നമുക്ക് ഇഷ്ടമില്ല. നാളെ മര്യാദ എടുക്കുക, അത്രേ ഉള്ളൂ. ഓവർ സ്പീഡ് കണ്ട 70 ഇട്ട് കയറണ്ട. നല്ല റോഡ് കിട്ടുന്നെങ്കിൽ മാത്രം 70. പിന്നെന്ന് പറഞ്ഞാൽ മുന്നിലുള്ള വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ പിന്നിലുള്ള വണ്ടികളെ ബാക്കിൽ നടക്കിയതൊക്കെ ഒന്ന് റോഡ് നോക്കുക, എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ, ഇതിന് കുഴപ്പമൊന്നും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുകൂടി റൈഡ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. അതപ്പം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. എല്ലാവരും വണ്ടി എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഓടുള്ളത് എൻ്റെ വണ്ടിയാണ്. മോനെ ഇത് എല്ലാവരുടെയും പാണ്ടെൻ്റെ വണ്ടിയില്ല, ലോറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈഡ് ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മുണ്ടക്കായ റൂട്ടാണ് നോക്കണത്. അപ്പോൾ മുണ്ടക്കായം വഴി പോകാനുള്ള പ്ലാനാണ്. എനിക്കറിയാം ഈ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിരിക്കും. എന്നോട് കുറേ പേര് പറഞ്ഞായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ലെങ്തിയാണ്,
അപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും മടുപ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു 2 പാർട്ടായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് നാളെ അവിടുന്ന് തിരിക്കാനുള്ള വീണ്ടും അവിടെ നിന്നുള്ള റൈഡാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ തൊടുപുഴ എത്തി. തൊടുപുഴ ജംഗ്ഷനിൽ കൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ കഴിഞ്ഞു. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ബ്ലോക്കുള്ള റോഡ്. കോഴി കിട്ടിയ അവിടെ വല്ലാക്കി എടുത്തേക്കാണ്. 2 പേര് മിസ്സിങ് ആയി. 2 പേരെ കാണാനില്ല. അവര് വേറെ ഏതോ വഴി പോയിട്ടുണ്ട്. അപ്പോൾ അവരെ തപ്പി നിൽക്കാണ്. അവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുമായിരിക്കും. ഇപ്പോൾ വരണവരെ ഞങ്ങളിത് ഇവിടെ ജസ്റ്റ് നിർത്തിയിട്ടേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് അവിടെ സ്ഥലത്തിൻ്റെ പേരുന്നുണ്ടാ ഇടുക്കി. ആ ഉണ്ടാ സ്ഥലത്തിൻ്റെ പേര് ആ വിച്ചാട്ടുകോല. ഞങ്ങളിപ്പോൾ വിച്ചാട്ടുകോലാണ്. ഹായ് ആണോ ഇവിടുന്ന് ഇവിടെ ഉണ്ട്. പാത 20. നമുക്ക് മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? അവിടെ ഇവിടുന്ന് മൊത്തം മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ട്? പാലക്ക് 20 ഉള്ളോ? പക്ഷെ 20 ഉണ്ടോ? എടാ പാലക്ക് 20 ഉണ്ട്. ഇവിടുന്ന് എത്ര മൊത്തം ഇടുക്കി? അത് പിന്നെ വഴിയാണ് ക്ഷാമം. ഓ ആ മസാല തേച്ചിട്ട് കൈ അൽഫാമാവാ കൈ. എന്റെ അനിയ ഒരു പുള്ളി അൽഫാന്റെ പീസ് വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ നോക്കിയപ്പോ പപ്പും കൂടെ കളഞ്ഞിട്ട് ഒരു ഫുൾ കോഴീനെ കൊണ്ടുവന്നേക്കാം. അതുപോലത്തെ 9 എണ്ണം. എന്നിട്ട് വീണ്ടും വഴി എത്തി. തിരിച്ചു നോക്കാണ്ടിരിക്കുക. 2.5 കിലോമീറ്റർ ബാക്കിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വേണം ടേൺ ചെയ്യാൻ. എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ സംശയം തോന്നിയതാ. കാരണം ആ ഒരു രസത്തിലായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ പോകുന്നവരെ പറയാം നമ്മളിങ്ങനെ പൊക്കോട്ടിരിക്കും. ഫ്രണ്ടിൽ പോകുന്നവർക്ക് വഴി വെച്ചാൽ നമുക്ക് ഇത് തന്നെ പരിപാടി. ഇനിയിപ്പോൾ 2.5 കിലോമീറ്റർ ബാക്കോട്ട് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകണം. 2 പേര് അവിടെ കണ്ട് വെച്ച് നിൽക്കുക. അവരുടെ ഒക്കെ വഴി ശരിയാറുത്. ആ ചകിൽ എത്തിപ്പോയി. റോഡൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി റോഡാട്ടോ. നല്ല സ്മൂത്ത് റോഡ്. കോർണറൊക്കെ ചെയ്യാൻ പറ്റിയ റോഡ്. പിന്നെ എൻ്റെ ടയർ കുറച്ച് മോശമാണ്. എന്നിരുന്നാലും എന്താ പറയുക, റോട്ടിൽ അധികം ചരലും കാര്യങ്ങളില്ലാത്ത കാരണം സ്മൂത്തായിട്ട് വണ്ടി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു 2 പേര് വരാനുണ്ടാവും. അവർക്ക് വേണ്ടി മിക്കവാറും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. വണ്ടി നിർത്തണുണ്ട്. ഒതുക്കി എടുത്തേക്കാം. ചേച്ചിയെടുത്ത് കോടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പതുക്കെ നല്ല വൈബായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തുള്ള ചൂടും കാര്യങ്ങളില്ല കേട്ടോ. കാരണം ഹൈറേഞ്ച് കാരണം ഇനിയിപ്പോൾ കോടയും കൂടി വരും. മഴ തീർന്നു. ഫുള്ള് തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി റോഡ്. ബാക്കിയുള്ളവരൊക്കെ ബാക്കിലുണ്ട്. പതുക്കെ വന്നോണ്ടിരിക്കുക. ഈ ഇറക്കുമ്പോൾ നൈസായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് ഇറക്കാൻ നോക്കാം. റെമാച്ച് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ബ്രേക്ക് കൂടി കിട്ടും. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ സപ്പോസ് ബ്രേക്ക് പിടിക്കാമെന്ന് വിചാരിക്കാം. ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ കുറേ ബ്രേക്ക് മാത്രം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് പാഡ് ചൂടാവും. ചൂടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും ബ്രേക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എൻജിൻ ബ്രേക്ക് കൂടി ചെയ്യണത്. അപ്പോൾ ഈ ഇറങ്ങുമ്പോൾ മെയിനായിട്ടും എൻജിൻ ബ്രേക്ക് ചെയ്തോളണം. ചിലർക്ക് അറിയില്ല. ചിലപ്പോൾ ഈ അറിയാത്തവർ മെയിനായിട്ടും ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് അവസാനം ആകുമ്പോൾ ബ്രേക്ക് പാഡ് ചൂടായി ഇത് കിട്ടാത്തൊരവസ്ഥ വരും. ആ അവസ്ഥ വരുമ്പോഴാണ് ഈ അപകടം കൂടുതലുണ്ടാവുന്നത്. ബ്രേക്ക് കിട്ടാണ്ട് നേരെ കൊക്കിൽ പോവുക, അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. കാരണം എൻജിൻ ബ്രേക്കിങ് ആണ് ഏറ്റവും നല്ലത്. അതിനോടൊപ്പം തന്നെ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്.
അപ്പോൾ നമ്മൾ ഏത് സ്ഥലം ഈ ഈരാറ്റോട്ട് എത്തിയേക്കാണ്. ഈരാറ്റോട്ട് എത്തിയിട്ട് ഇവിടുന്ന് ഫുഡിന് വേണ്ട കാര്യങ്ങൾ വാങ്ങാനാന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് ചോദിച്ചു നോക്കാം. നിർത്തി എന്തിയേ? ആ മയോണൈസ് അങ്ങനെ നിർത്തിയതാ. ഇന്ന് നമ്മളെ അൽഫാമിൻ്റെ പരിപാടികൾ നടത്താൻ വേണ്ടി ഉള്ള പ്ലാനിങ് ആണ്. അപ്പോൾ മയോണൈസിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. എൻ്റെ മോനെ ഒന്ന് കാണാതുള്ള എന്താ ദൈവമേ ഈ താരം. ഹെവി കോട വേറെ മൂഡ്. അതൊക്കെ പോലെയൊക്കെ ചെയ്യാ. ഒന്നും കാണാത്തുള്ള ഫ്രണ്ടിലേക്ക് ആളെ പോലെ കാണാത്തുള്ളവരേക്ക്. നബി കയറിപ്പോട്ടെ പോട്ടാ പാൻസ്. A few moments later. അതല്ലേ അത് വേറെ വണ്ടർലേ ഞാൻ പാത്രം പോയതാ. ഇത് ഇറക്കി പോകൂല. മിക്കാറ് ചട്ടി എടുക്കേണ്ടി വരും. ഞാൻ ചട്ടി തുറക്കും. ഇച്ചിരി വെളിച്ചെണ്ണ ഇതെനിക്ക് തോന്നുന്നില്ല ടൗണിൽ നിന്ന് ആള് വേണ്ടി വരും. അത് ഇന്നങ്ങനെ കത്തി കിട്ടോ. അപ്പൊ അവിടെ പേപ്പർ ഗ്യാസ് മേലെ പേപ്പറിനെ സെറ്റാ പേപ്പർ. ഞാൻ റെഡിയാക്കാം. പിന്നെ ഇങ്ങോട്ട് പറക്കോ. അങ്ങനെ കത്തിങ്ങോട്ട് ഉണ്ടാവില്ല. അവിടെ ഞാൻ കത്തിക്കാം. ഒന്ന് കത്തിക്കണ്ട് വീശിക്കുന്ന മണ്ടന്മാരെ ഓരോ ഐഡിയും കൊണ്ടുവരും. നോക്കെ തിരിഞ്ഞു പിടിക്കാം. എന്നെ കൂടെ അടിച്ചോ. ഫോറിനർ വന്നിട്ട് അവിടെ ഞങ്ങൾ എടുക്കടാ. ഞാൻ ഇവിടെ നിന്ന് വീശാം. അവിടെ ബാക്കിലോട്ട് പോക്കോ. ജഗൻ ചിക്കൻ സൂം ചെയ്യട്ടെ. അവിടെ തിരിച്ചിട്ടാലോ. ജസ്റ്റ് ഒന്ന് പൊക്കിക്കോട്ടാ. ഞങ്ങൾക്ക് പണി കിട്ടിയതാ. ഞങ്ങള് ചപ്പാത്തി എടുത്തിട്ടാ. ഏത് കോട്ടേഴ്സിലേക്കാണ് മോനെ തീർന്നീർക്കതാ.
താണങ്ങളിലാണല്ലേ കവില എന്റെ ചപ്പാത്തി ഞാൻ മാറാനൊക്കെ ഒരു നാക്കണം അവിടെ ഇട്ടേ കൈ പൊള്ളല്ലേ ഇയാളോടെ കറണ്ടാസൊക്കെ നമ്മളൊന്നും ദിവസം വരട്ടെ കേട്ടോ ആരാണ്ടൊക്കെ ഒന്ന് ഇതൊക്കെ ഓണം കിട്ടും പിന്നെ ഞാനല്ലേ ഇപ്പോ എങ്ങനെ കൊള്ളില്ലല്ലോ ഇങ്ങനത്തെ എവിടെ വാങ്ങിച്ചപ്പോളാട്ടാ നിനക്കൊരു ഇതായി ഇതുണ്ടോ കനലിട്ട് ബ്ലോഗർ